മനുഷ്യർ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ കേട്ട് നിങ്ങൾ തകർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വിരോധമായി പറഞ്ഞ മുൻവിധികൾ കേട്ട് നിങ്ങൾ മുഷിഞ്ഞിരിക്കുകയാണ്. നിങ്ങളോടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം ഇടപെടാൻ പോവുകയാണ്. ഒരായുഷ്കാലം മുഴുവനും മറ്റവരുടെ മുമ്പിൽ ഇങ്ങനെ മുഖം കുനിച്ച് ജീവിക്കാനാണ് വിധിക്കപ്പെട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുകയാണോ? ക്ഷീണിച്ചിരിക്കാനാണ് നിങ്ങൾ, അതെ, എൻ്റെ ജീവിതം ഇങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണോ? നെടുവീർപ്പോടെ ഭാരത്തോടെയാണോ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ എനിക്കിനി ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുള്ള അവസ്ഥയിലാണോ ജീവിച്ചിരിക്കുന്നത്? എല്ലാ വഴികളും എൻ്റെ മുമ്പിൽ അടഞ്ഞു എന്നുള്ള ചിന്തയിലാണോ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്? ഈ നിമിഷം ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ ഹൃദയം കൊടുക്കുന്നെങ്കിൽ നിങ്ങളുടെ നെടുവീർപ്പിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണുവാൻ പോവുകയാണ്. ആമേൻ. ബലം ഇല്ലാത്തതുപോലെ ക്ഷീണിച്ചിരിക്കുന്ന ഈ നിമിഷം ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണാൻ പോവുകയാണ്. ഇന്ന് ഈ നിമിഷം എന്നോടൊപ്പം ആമേൻ ഈ വചനങ്ങൾ നിങ്ങൾ ശ്രവിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ആമേൻ, എന്തെങ്കിലും ശത്രുവിനെ കുറിച്ചുള്ള ഭയം, മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ നിമിത്തം നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തെ, ഭവനത്തെ, അല്ലെങ്കിൽ തലമുറകളെക്കുറിച്ച്, ഭർത്താവിനെ, ഭാര്യയെക്കുറിച്ച്, അല്ല കേട്ടിരിക്കുന്ന രോഗത്തെക്കുറിച്ച് എല്ലാം നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണ്. ഈ നിമിഷമാണ് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ആ മുൻവിധികളൊക്കെ ദൈവം മാറ്റാൻ പോവുകയാണ്. ആ നിന്നയെ കർത്താവ് മാറ്റാൻ പോവുകയാണ്. ആമേൻ. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ചില വചനങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോവുകയാണ്. നമ്മൾ ഒരുമിച്ച് ആ വചനം പങ്കുവയ്ക്കാൻ പോവുകയാണ്. ആ വചനം ഏറ്റെടുത്തുകൊണ്ട് കർത്താവേ, ആമേൻ, അത്ഭുതകരമായ വിടുതലൂടെ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുന്നെങ്കിൽ ഈ വചനം നിങ്ങളുടെ ഉള്ളത്തിൽ, ജീവിതത്തിൽ, ശരീരത്തിൽ, കുടുംബത്തിനകത്ത് ഏത് മേഖലകളിലും ഈ വചനം ക്രിയ ചെയ്യാൻ പോവുകയാണ്. വിശ്വാസത്തോടെ കർത്താവിനോട് ചേർന്ന്, യേശുവേ, വചനത്തോട് ചേർന്ന് അങ്ങയെ സ്തുതിപ്പാൻ എനിക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ആമേൻ. എല്ലാ വൈരികളുടെ നടുവിൽ നിങ്ങൾ ആമേൻ ജയാളിയായി ശക്തമായ വിടുതലോടുകൂടി പുറത്തു വരാൻ പോവുകയാണ്. നിങ്ങളുടെ മുൻവിധികൾ നിങ്ങളെ പറഞ്ഞ് ഇതുവരെ എത്തത്തുള്ളെന്ന് പറഞ്ഞ് നിങ്ങളെ കെട്ടിയ എല്ലാ കെട്ടുകളെയും അഴിച്ച് പുറത്തു വരാൻ പോവുകയാണ്. വാക്യം ഇതാണ്. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം പറയുന്നു. ആമേൻ. യഹോവ യോശുവോട് പറയുകയാണ്, നിങ്ങളെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ മിസ്രൈമിനെ കുറിച്ചുള്ള നിന്ന, മിസ്രൈമ്യർ നിങ്ങളെക്കുറിച്ച് പറയുന്ന നിന്നയെ ഞാൻ ഉരുട്ടി മാറ്റാൻ പോവുകയാണ്. ആമേൻ. നിങ്ങളെക്കുറിച്ച് പറയുന്ന നിന്ദകൾ, പരിഹാസവാക്കുകൾ, അങ്ങനെ തുടങ്ങിയ അനേകം കാര്യങ്ങൾ ദൈവം തുടച്ചു മാറ്റാൻ പോവുകയാണ്. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഒരു മരിച്ചവനെ പോലെ ആയിരിക്കുന്ന അവസ്ഥയാണ്. ഒരു മരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു മരിച്ച മനുഷ്യനെ പോലെ നിർജീവമായിരിക്കുന്ന അവസ്ഥയിലാണ്. ആമേൻ. എൻ്റെ കർത്താവേ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? നിർജീവമായിരിക്കുന്ന ഈ അവസ്ഥയിലാണ് നിങ്ങൾ ഈ ദൈവശബ്ദം കേൾക്കുന്നതെങ്കിൽ നിങ്ങളോടാണ് ഈ വാഗ്ദത്തം പറയാൻ പോകുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ. നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തുള്ള നിന്നയെ കർത്താവ് ഉരുട്ടി മാറ്റാൻ പോവുകയാണ്, എടുത്തു മാറ്റാൻ പോവുകയാണ്. ആമേൻ. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവ് മഹാദൈവം മറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവം ഇടപെടാൻ പോവുകയാണ്. ആമേൻ. കാരണം അറിയാതെ, ആമേൻ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്തെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടും അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത ചില കാരണങ്ങളെ ദൈവം എടുത്തു മാറ്റാൻ പോവുകയാണ്. പരിഹാസത്തിൻ്റെ, നിന്ദയുടെയും കാരണങ്ങൾ, അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയുടെ കാരണങ്ങൾ എന്താണ്, ഈ തകർച്ചയുടെ കാരണങ്ങൾ എന്താണ് എന്ന് അറിയാൻ കഴിയാതെ നിങ്ങൾ ഇരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഈ നിമിഷം ദൈവവചനം പറയുന്നു, നിന്റെ ആമേൻ, ആ മറഞ്ഞിരിക്കുന്ന ആ വിഷയങ്ങളെ, മറഞ്ഞിരിക്കുന്ന കാരണങ്ങളെ ദൈവം എടുത്തു മാറ്റാൻ പോവുകയാണ്. ആമേൻ. നീ ഒരു ഉടഞ്ഞ പാത്രം പോലെയാണോ? ആമേൻ. ഒരു ഉടഞ്ഞ പാത്രം പോലെയാണ് നിന്റെ അവസ്ഥയെങ്കിൽ, ആമേൻ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആമേൻ. ആ ഉടഞ്ഞ പാത്രത്തെ ദൈവം ഒരു പുതിയ പാത്രമാക്കി പണിയാൻ പോവുകയാണ്. ഒരു പുതിയ വ്യക്തിയാക്കി ദൈവം പണിയാൻ പോവുകയാണ്. തിരുവചനം ഇങ്ങനെ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ, ആമേൻ, അവൻ പുതിയ സൃഷ്ടിയായി മാറുകയാണ്. അവൻ്റെ മേൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതാക്കി തീർത്തിരിക്കുന്നു. ആമേൻ. യേശു ക്രിസ്തുവിൽ ഇന്ന് ഈ നിമിഷം നിങ്ങൾ ജനിക്കുന്നുവെങ്കിൽ,
യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഇന്ന് ഈ നിമിഷം അതേ ശക്തമായ നിലയിലേക്ക് ആ ഹൃദയം നിങ്ങൾ തുറന്നു കൊടുക്കുന്നെങ്കിൽ ആ യേശു കർത്താവ് ഈ വചനവുമായി നിങ്ങളുടെ ഉള്ളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ നിമിഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില വിടുതലുകൾ തിരുവചനത്തിൽ പറയുന്ന ഇങ്ങനെയാണ്. 31-ാം സങ്കീർത്തനത്തിൻ്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ആമേൻ. 31-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം പറയുകയാണ്, ഞാൻ മരിച്ചവനെ പോലെ എന്നെ ആമേൻ എല്ലാവരും മറന്നു കളഞ്ഞിരിക്കുന്നു. ഞാനോ ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. എല്ലാവരും എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. എനിക്ക് ചുറ്റും ഭീതിയും ഭയാനകവുമാണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പലരുടെയും മുമ്പിൽ ഞാനൊരു പരിഹാസ പാത്രമായി തീരുകയാണ്. അതിന് 31-ന്റെ 13-ാമത്തെ വാക്യം, ചുറ്റും ഭീതി എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിന്ന് കേട്ടിരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂടിയാലോചന ചെയ്തു, എന്റെ ജീവനെ എടുത്തു കളയുവാൻ നിരൂപിച്ചിരിക്കുന്നു. നമ്മുടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അതുകൊണ്ട് അവൻ സങ്കീർത്തന ശക്തിയോടെ പറയുന്ന ഇങ്ങനെയാണ്, ആ ദൈവസന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു മനുഷ്യനും ആമേൻ നീതിമാന് വിരോധമായ ഡംഭത്തോടും നിന്നയോടും ദാഠ്യത്തോടും സംസാരിക്കുന്ന വ്യാജമുള്ള അധരങ്ങളെ ദൈവം മിണ്ടാതാക്കാൻ പോകുകയാണ്, മൗനമാക്കാൻ പോകുകയാണ്. നിനക്ക് വിരോധമായി സംസാരിച്ച നാവുകളെ ദൈവം മൗനമാക്കാൻ പോകുകയാണ്. നിനക്ക് വിരോധമായി ആമേൻ നിന്ദിച്ച നിന്ദകളിൽ നടുവിൽ ദൈവം അവിടെ ഇടപെടാൻ പോകുകയാണ്. ഇന്ന് ഈ നിമിഷം ആ ക്രിസ്തുവിലേക്ക്, ആ യേശുവിലേക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് സമർപ്പിക്കാൻ കഴിയുന്നെങ്കിൽ അവൻ എത്ര വലിയ രക്ഷ സ്വർഗം ഈ നിമിഷം കൈമാറുന്നു. ഈ നിമിഷം ആ കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ നിന്ന് മുറുകെ പിടിക്കാമോ? ആ ബലമുള്ള കരങ്ങളിൽ കർത്താവിനെ സ്തോത്രം, ആ കർത്താവിനെ ഒന്ന് ചേർന്ന് ആ ബലമുള്ള കരങ്ങളിൽ നിന്ന് പിടിക്കാമോ? നിനക്ക് വിരോധമായി പറഞ്ഞ സകല വാക്കുകളുടെ നടുവിൽ പറഞ്ഞ വ്യക്തി ജീവിതങ്ങളോട് ദൈവം ഇടപെടാൻ പോവുകയാണ്. കാരണം അവനെൻ്റെ പുതിയ വഴിയാണ്. ഒരു പുതിയ നന്മ കർത്താവ് നമുക്ക് വേണ്ടി ഓപ്പണാക്കാൻ പോവുകയാണ്. ഒരു പുതിയ വാഗ്ദത്തം നമുക്ക് വേണ്ടി കർത്താവ് ഓപ്പണാക്കാൻ പോവുകയാണ്. കാരണം സങ്കീർത്തനക്കാരൂടെ പറയുകയാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നു. നീ അവനെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വാക്കണത്തിൽ നിന്ന് രക്ഷിച്ച് കൂടാരത്തിങ്കൽ ദൈവം ഒളിപ്പിക്കും. ഓർക്കുക, അവിടെ എന്താണ് പറഞ്ഞത്? ക്രിസ്തുവാണ് ആ മറവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നീ അവരെ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും അവരെ എന്ത് ചെയ്യുക? ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ അവരെ ഒളിപ്പിക്കും. ആരെയാണ് ദൈവം ഒളിപ്പിക്കുന്നത്? തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ദൈവം ഈ പൈശാചിക കൂട്ടങ്ങളുടെ നടുവിൽ ദൈവം ഒളിപ്പിക്കും. മറയ്ക്കുക എന്ന് പറയുന്നു, ആ ഒളിപ്പിക്കുക എന്ന് പറയുന്നതും ക്രിസ്തുവിലാണ് സംഭവിക്കുന്നത്. ക്രിസ്തുവിൽ നാം മറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ നാം പുതിയ സൃഷ്ടിയായിരിക്കുന്നു. പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു. ഈ നിമിഷം എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഞാൻ പറയട്ടെ, ഈ നിമിഷം തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഉടഞ്ഞ പാത്രം പോലെയല്ലേ ഇരിക്കുന്നത്? ഒരു മരിച്ചവരെ പോലെയല്ലേ നിങ്ങൾ ഇരിക്കുന്നത്? മറ്റുള്ള പറഞ്ഞ വാക്ക് കേട്ട് ഭയപ്പെട്ടിരിക്കുകയല്ലേ? ഈ നിമിഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ക്രിസ്തുവിൽ ജയാളിയായി ആ യേശു ക്രിസ്തുവിൽ സമ്പൂർണമായി സമർപ്പിച്ച് ഈ നിമിഷം വിട്ടുകൊടുക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. കർത്താവ്, ഈ നിമിഷം എന്നെ കേട്ടുകൊണ്ടിരുന്ന, വചനം കേട്ടുകൊണ്ടിരുന്ന സഹോദരി സഹോദരന്മാരെ, നിന്റെ മക്കളെ എല്ലാവരും കർത്താവിൻ്റെ കരങ്ങൾ തരികയാണ്. അവർക്ക് വിരോധമായ ഡംഭത്തോടും അവർക്ക് വിരോധമായി നിന്നയോടും പറഞ്ഞ വാക്കുകളെ ഓർത്ത് ഇന്ന് പകൽക്കാലം കർത്താവെ ആ പറഞ്ഞ വാക്കുകളെ, നാവുകളെ അങ്ങ് മിണ്ടാതാക്കി അവരുടെ നടുവിൽ ദൈവം കർത്താവ് തന്റെ മക്കളെ ഒളിപ്പിച്ച് മാന്യതയോടെ മഹത്വത്തോടെ വീണ്ടും ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥനകൾക്കും സ്വർഗ്ഗ നല്ല പിതാവേ, ആമേൻ.